ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 വർഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടു. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നേ മുൻ ചെയർമാൻ വീണ്ടും ഒരു ബഡ്ജറ്റ് കടലാസിൽ അവതരിപ്പിച്ചു. പിന്നെ ചെയർമാൻ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ ഈ ഷൊർണൂർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ പണ്ട് പറഞ്ഞ പോലത്തെ ഒരു വാചകം പറയും, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. അദ്ദേഹം കണ്ണട ഒന്ന് നന്നായിട്ട് ഇടണം. അദ്ദേഹം പോകുന്ന സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ 1 വർഷം മുന്നത്തെ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് ഈ എയർപോർട്ടിന് സമാനമായി രീതിയിൽ വളരെ എല്ലാ ജനങ്ങളും ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ റീൽസ് വലിയ ഒരുപാട് യുവതലമുറകൾക്ക് വലിയ പ്രചോദനം നൽകുന്ന രീതിയിലാണ് റെയിൽവേ സ്റ്റേഷൻ. അതെ, റെയിൽവേ സ്റ്റേഷനാണ്. 35 കോടി രൂപയുടെ വികസന പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. 2ാം ഘട്ടം വീണ്ടും നടക്കാൻ വേണ്ടി പോകുന്നു. ഇനി നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഈ ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരണത്തിന് 20 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പകൽ വീട് 2 കോടി രൂപ ചെലവഴിച്ച് ഇവിടെ ഉദ്ഘാടനം നടത്തി. ഇവിടെ ഇന്ന് അവിടെ പട്ടി പെറ്റ് കിടക്കുകയാണ്. പാവപ്പെട്ട വൃദ്ധജനങ്ങൾക്ക് അതുപോലെ വഴിയാറ് കച്ചവടക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സംവിധാനം ഇതുവരെ അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതേപോലെ ഇതുപോലത്തെ ഒരു ടേക്ക് എ പാർക്ക് നഗരസഭയുടെ മുന്നിലുണ്ട്. 65 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചാണ്. ഇതുവരെ അതൊന്ന് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് തുടർന്ന് പ്രവർത്തിക്കാനോ സാധിച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ CPM പ്രതിനിധി കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു സമീപനമാണ് CPM പ്രതിനിധി ഇവിടെ ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ എന്തോ മറുപടി ഉണ്ടോ? പറയാം. മറുപടി ഉണ്ട്. ഒന്ന് കൊടുത്ത് അല്ല അതേ മറുപടി പറയട്ടെ. അതിന് ശേഷം മറുപടി പറഞ്ഞ ശേഷം ഓക്കെ. ഒരു മിനിറ്റ്. എന്തറിയോ, ഇപ്പോൾ ഒരു പ്രതിനിധി ചോദിച്ചു കൂടെ എന്തെല്ലാം വികസനങ്ങളാണ് ഇനി അധികാരത്തിൽ വന്നാൽ ചെയ്യുക ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും കാര്യങ്ങൾ പറഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു, സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ BJP പ്രതിനിധി പറഞ്ഞു ഞങ്ങൾ 1000 കോടിയുടെ പ്രൊജക്റ്റ് കൊണ്ടുവരും പറഞ്ഞു. ഒരു മിനിറ്റ് 1000 കോടിയുടെ പദ്ധതി എന്താണെന്ന് ഒരു 10 പദ്ധതി എന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം. ഒരു മിനിറ്റ് കൂടെ BJP പ്രതിനിധി ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ വലിയ കാര്യങ്ങളിവിടെ ചെയ്യുന്നു പറഞ്ഞു. എനിക്ക് BJP പ്രതിനിധി ഇവിടെ അങ്ങനെ ഒരു അവസരം ചോദിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ പ്രശസ്ത ഒരു എഴുത്തുകാരി അരുന്ധതി റോയി പറഞ്ഞു BJP വോട്ട് ചോദിക്കാൻ പോകുന്നത് തീ വിറകിനോട് ചെന്നിട്ട് എനിക്കൊരു അവസരം തരൂ എന്ന് പറയുന്നത് പോലെയാണ് എന്നതാണ്. അത് ഒരു വസ്തുത ഉണ്ട്. കാരണം ചോദിക്കട്ടെ 2014 അധികാരത്തിൽ വരുമ്പോ നിങ്ങളുടെ പ്രകടന പത്രികയിൽ ചോദിക്കട്ടെ 2014 BJP അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം എന്താ? അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ പെട്രോളിനും ഡീസലിനും 50 രൂപയിൽ താഴെ വിലയാക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താ നോക്കിയോക്കൂ, 2014 പ്രകടന പത്രിക നോക്കിയോക്കൂ. അല്ല BJP പ്രകടന പത്രിക നിങ്ങളുടെ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കള്ളപ്പണം പിടിച്ചു കെട്ടിയാൽ ഞങ്ങൾ 15 ലക്ഷം രൂപ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് പഴയ ക്യാപ്സ്യൂളാണ്. 15 ലക്ഷമൊക്കെ പഴയ ക്യാപ്സ്യൂളാണ്. പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പറയട്ടെ, അതേ മറുപടി പറയട്ടെ. നിങ്ങൾ പറയൂ, നിങ്ങൾ 1000 കോടി രൂപയുടെ എന്ത് പദ്ധതി ഇവിടെ നാട്ടിൽ നടപ്പിലാക്കുമോ? ശരി, ചോദിക്കരുത്. ഇനി ചോദ്യം ചോദിക്കരുത്. മൈക്ക് വാങ്ങി പുറകിലുള്ളവർക്ക് കൊടുക്കൂ. ശംഖു പ്ലീസ്. ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഷൊർണൂര് പരമ്പരാഗതമായിട്ടുള്ള സ്റ്റീൽ ഉരുക്ക് വ്യവസായങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള മണ്ണാണ്. അത് ഏതാണ്ട് നാമാവശേഷമായിട്ടുള്ള അവസ്ഥയിലാണ്. ഷൊർണൂരിൽ ഒരു മിനി ഇൻഡസ്ട്രിയൽ സോൺ കൊണ്ടുവരും എന്നുള്ളത് എൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞിരുന്നു. ഷൊർണൂരിൻ്റെ ഈ പറയുന്ന ജിയോഗ്രഫിക്കലായിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് ഷൊർണൂരിലെത്തി ജോലി ചെയ്യാൻ കഴിയുന്ന പോലെ IT പാർക്ക് പോലെയുള്ള സംരംഭങ്ങൾ കൊണ്ടുവരും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഷൊർണൂരിലെ ഈ പറയുന്ന പൈതൃക ഗ്രാമം, ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഡോക്ടർ വെള്ളിനേഴി അച്യുതൻകുട്ടിയെ കണ്ടിട്ടാണ് വരുന്നത്. ഈ പൈതൃക ഗ്രാമം പദ്ധതിയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പറയുന്നത് ആ പദ്ധതി കടലാസിൽ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള നൂലാമാലകൾ കൊണ്ട് അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഫണ്ടിങ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണെന്നുള്ളതാണ്. ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഷൊർണൂരിൻ്റെ പൈതൃകത്തെയും ഷൊർണൂരിൻ്റെ സാംസ്കാരികതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടലുണ്ടാവും. റെയിൽവേയുടെ കാര്യത്തിൽ ഞാൻ ഈ ഷൊർണൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട അന്ന് എന്നെ ആദ്യം ഫോൺ വിളിച്ചിട്ടുള്ള ഒരാൾ ഡോക്ടർ E. ശ്രീധരനാണ്. മെട്രോമാൻ പത്മവിഭൂഷൺ E. ശ്രീധരൻ. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു നോട്ട് ഞാൻ തയ്യാറാക്കി തരാം, ഷൊർണൂരിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന്. എൻ്റെ ഇലക്ഷൻ കൺവെൻഷനിൽ ഞാൻ ആ നോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിലമ്പൂർ തഞ്ചങ്കോട് റെയിൽപാതയുടെ കാര്യം, ഈ ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം, അതേപോലെ തന്നെ ഈ പറയുന്ന ആയുർവേദ സമാജം കേന്ദ്ര സർക്കാർ
ഏറ്റെടുത്ത് പഠന ഗവേഷണ കേന്ദ്രമാക്കുന്ന കാര്യം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയുർവേദ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര പഠന ഗവേഷണ കേന്ദ്രം കേരളീയ ആയുർവേദ സമാജം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന പ്രകാരം ഗ്രാമീണ പാതകൾ നവീകരിക്കാനുള്ള പദ്ധതിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടിവെള്ളക്ഷാമത്തെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും പറയാത്തൊരു കാര്യം നോക്കൂ, ജൽജീവൻ മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതി രാജ്യത്തിലുണ്ട്. 13 കോടി വീടുകളിലേക്ക് വാട്ടർ ടാപ്പ് പൈപ്പ് കണക്ഷൻ എത്തിച്ചിട്ടുള്ള പദ്ധതിയാണത്. രാജസ്ഥാൻ എന്ന് പറയുന്ന മരുഭൂമി നിൽക്കുന്ന വെള്ളം കിട്ടാത്ത പ്രദേശത്ത് പോലും വീട്ടിലെ അടുക്കളയിൽ പൈപ്പ് തുറന്നാൽ വെള്ളം വരുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും കേരളത്തിലെ പല പഞ്ചായത്തുകളിലും അതില്ല? അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. കാരണം ജൽജീവൻ പദ്ധതിയുടെ ഈ പറയുന്ന പദ്ധതി വിഹിതം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ 50%, സംസ്ഥാന സർക്കാർ 50%. കേരളം 50% എടുക്കാൻ വിസമ്മതിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലേക്ക് ചുമത്തി. അതായത് 50% വിഹിതം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നല്ല വരുമാനമുള്ള LST സ്ഥാപനങ്ങൾ, നല്ല കോർപ്പറേഷനുകൾ, നല്ല മുനിസിപ്പാലിറ്റികൾ അവർ പൈപ്പ് ഇട്ടു, കണക്ഷൻ കൊടുത്തു, വെള്ളം കൊണ്ടുവരാൻ തുടങ്ങി. വരുമാന കുറവുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചു? അവിടെ പൈപ്പ് സ്ഥാപിക്കപ്പെട്ടു, വെള്ളം വന്നിട്ടില്ല. തീരെ വരുമാനമില്ലാത്ത പഞ്ചായത്തുകൾക്ക് എന്ത് സംഭവിച്ചു? അവിടെ പൈപ്പ് കുഴിക്കുന്ന പണി പോലും നടന്നിട്ടില്ല. ഇത് പഞ്ചായത്തുകളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചിട്ടാണ് അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം കിട്ടേണ്ടത് എന്നൊരു വിപരീതമായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഷൊർണൂർ മണ്ഡലത്തിൽ തന്നെ സാമ്പത്തിക ശേഷിയുള്ള മുനിസിപ്പാലിറ്റികളിൽ വെള്ളം കിട്ടുന്നതും ചില പഞ്ചായത്തുകളിൽ വെള്ളം കിട്ടാതിരിക്കുന്നതും. ഇതിൻ്റെ പിന്നിലുള്ള നയം നിങ്ങളുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ള വികലമായിട്ടുള്ള നയമാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യത്തിൽ ഷൊർണൂരിൽ ഒരു ഇടപെടലുണ്ടാവും. എല്ലാവർക്കും കുടിവെള്ളം ഒരു അടിസ്ഥാന അവകാശമായിട്ട് അവനവൻ്റെ വീട്ടിൽ തന്നെ വെള്ളം കിട്ടുന്ന സാഹചര്യം സൃഷ്ടിക്കും. ഈ നിലയിൽ ഷൊർണൂരിന് കഴിഞ്ഞ 15 വർഷങ്ങളിൽ എന്താണോ കിട്ടാതെ പോയത് അതിൽ ഓരോ കാര്യത്തെ പറ്റിയും കൃത്യമായ പഠനം നടത്തി അതിനെല്ലാം കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി അത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രാലയങ്ങളെ അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ചാനലിലൂടെ ഷൊർണൂരിലേക്ക് ഫണ്ടിങ് കൊണ്ടുവരാനും പദ്ധതികൾ നടപ്പാക്കാനുള്ള ഇടപെടൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ നടത്തും. ഞാൻ നിയമസഭയിൽ പോയിട്ട് മിണ്ടാതിരുന്നു എന്നൊരു ആക്ഷേപമെങ്കിലും അങ്ങേക്ക് 5 വർഷത്തിന് ശേഷം പറയാനുള്ള അവസരം ഞാൻ സൃഷ്ടിക്കും. വ്യക്തമല്ലേ? ഇതില്